ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക് 1998 ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലേഴ്സിൽ പരിശോധനയുമായി SIT സംഘം. തനിക്കറിയാവുന്ന കാര്യങ്ങൾ SITയോട് പറഞ്ഞെന്ന് സ്ഥാപനത്തിന്റെ ഉടമയുടെ മകൻ ജഗന്നാഥൻ 24നോട് പറഞ്ഞു. അന്ന് സ്വർണം പൂശിയ തൊഴിലാളികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും ജഗന്നാഥൻ പറഞ്ഞു. Yeah, they asked me whether I know the process. I told I know the process and explained on the process. And they asked me, have I been there during the work? Yeah, 10-15 days I was there. I told them I was there around 10-15 days. And they asked me about any officers present from Devasam Board or any officers from UB Group. Few names who all I know from UB Group, I told who was there with me when the entire process, I told them. And they told me that they are no more. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. ചെന്നൈയിൽ നിന്ന് റഹീസ്, ഈ SIT സംഘം അവിടെ നിന്ന് മടങ്ങിയോ? ജ്വല്ലറിയിൽ നിന്നും അവരാവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അവർ അന്വേഷിച്ച വിവരങ്ങൾ അവിടെ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഏതാണ്ട് ഒരു 2 മിനിറ്റ് മുൻപ് മാത്രമാണ് SIT സംഘം നമ്മളിപ്പോൾ ഉള്ള ഈ JNR ജ്വല്ലറിയിൽ നിന്നും മടങ്ങിയത്. ഇവർ 2 തവണയാണ് രാവിലെ ഈ JNR ജ്വല്ലറിയിലേക്ക് വന്നത്. ആദ്യം 11 മണിയോടുകൂടി ഇവിടെ എത്തി, 11:45 പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു മടങ്ങി. പിന്നീട് ഇതൊരു മൊഴി രൂപത്തിൽ എഴുതി തയ്യാറാക്കി ഈ സ്ഥാപന ഉടമയെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആ സംഘം ഇങ്ങോട്ടേക്ക് വന്നത്. 2 അംഗ സംഘമാണ്. കഴിഞ്ഞ 4 ദിവസമായി ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിലും ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലുമൊക്കെ പരിശോധന നടത്തുന്ന ഈ SITയിലെ 2 ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടേക്കും എത്തിയത്. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നേരത്തെ ഒക്ടോബർ 4-ന് ഇവർ നമ്മളോട് നടത്തിയ പ്രതികരണത്തിൽ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയതാണ്. അതായത് ആ സമയത്തുള്ള യാതൊരു രേഖകളും ഇപ്പോൾ ഇവിടെ ഇല്ല. ഏതെങ്കിലും രേഖകൾ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ മകനും കൃത്യമായി അറിയില്ല. ജഗന്നാഥനും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ എന്ന് വ്യക്തമല്ല. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി പരിശോധിച്ചു. ഇവിടെ രേഖകളൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇവിടെ എത്തിയത് ഇക്കാര്യം തന്നെ തിരക്കാനാണ്. പക്ഷേ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും ഇവിടുന്ന് ലഭിച്ചിട്ടില്ല. 98-ൽ പൂശിയത് സ്വർണം തന്നെയാണ് എന്ന് ജഗന്നാഥൻ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. അന്ന് ശബരിമലയിൽ എത്തിയ ഒരു വലിയ സംഘം തന്നെ ഏതാണ്ട് 3-4 മാസം അവിടെ നിന്നിട്ടാണ് ഈ ഒരു പണി മുഴുവൻ നടത്തിയത്. അപ്പോൾ തനി തങ്കമാണ് പൂശിയതെന്ന് അദ്ദേഹം ജഗന്നാഥൻ നേരത്തെ 24നോട് പറഞ്ഞിരുന്നു. ആ വാദം തന്നെയാണ് ഇന്നും അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലും വെച്ചത്. അതായത് ഇത്രയും ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിനെ ഞെട്ടിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതും പോലീസും ആ രീതിയിൽ തന്നെയാണ് തന്നോട് ചോദിച്ചത്. 98-ൽ അതുമായി കണക്ട് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരം ചോദിച്ചു. 2 തവണ ഇവിടെ എത്തി. എന്തായാലും അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നു എന്നാണ് അറിയുന്നത്. ചെന്നൈയിൽ നിന്ന് തന്നെ അവർ ഒരുപക്ഷെ ഇന്ന് തിരിച്ചേക്കും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.